ഈ പരിപാടിയുടെ അധ്യക്ഷൻ PM സാലിഹ്, അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ആക്ടിവിസ്റ്റ് CR നീലകണ്ഠൻ, KK ബാബുരാജ്, ഡോക്ടർ R യൂസുഫ്, ഡോക്ടർ നഹാസ് മാള, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ തന്നെ കുറച്ചു കാലമായി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ ലോകം എന്തേ ഒരു കോമാളിത്തരത്തിൻ്റെ അരങ്ങായി മാറിയിരിക്കുന്നു എന്നത്. കാരണം ഭൂമിയിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെന്ന് സ്ഥാനപ്പേരുള്ള ആളാണ് അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു കോമാളിയായ പ്രസിഡന്റിനെന്ന് നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പച്ചയായി അധിനിവേശത്തെക്കുറിച്ച് സംസാരിക്കുകയും അധിനിവേശം നടത്തുകയും അതുപോലെ മറ്റു രാജ്യങ്ങളെ പിടിച്ചടക്കുകയുമൊക്കെ ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത്, വംശഹത്യക്ക് നേതൃത്വം നൽകിയ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു യുദ്ധക്കുറ്റവാളി മറുഭാഗത്ത്, ഈ രണ്ടു പേരും ചേർന്ന് ലോകത്തെ കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. അധിനിവേശം എന്ന് പറയുന്നത് കൊളോണിയലിസത്തിൻ്റെ ബാക്കി പത്രമാണ്. നമ്മൾ കൊളോണിയലിസത്തെക്കുറിച്ച് ധാരാളമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കൊളോണിയലിസം പ്രധാനമായും 4 തരത്തിലുള്ളതാണെന്നാണ് അത് സംബന്ധിച്ച് പഠിച്ച ആളുകൾ അഭിപ്രായപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും രൂക്ഷതയുള്ളതുമായ കൊളോണിയലിസം എന്നറിയുന്നത് സെറ്റ്ലർ കൊളോണിയലിസമാണ്. രണ്ടാമത്തേത് ചൂഷണ എക്സ്പ്ലോയിറ്റേഷൻ കൊളോണിയലിസം, മറ്റൊന്ന് സറോഗേറ്റീവ് കൊളോണിയലിസം, നാലാമത്തേത് ഇൻറ്റേർണൽ കൊളോണിയലിസം. ഇങ്ങനെ പ്രധാനമായും 4 തരത്തിലുള്ള കൊളോണിയലിസമാണ് ലോകത്തുള്ളതെന്ന് പറഞ്ഞു. ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തതനുസരിച്ച് ഈ 4 കൊളോണിയലിസവും ഒത്തുചേർന്ന ഒരു രാജ്യം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. ഒന്നാമത്തെ സെറ്റർ കൊളോണിയലിസത്തെക്കുറിച്ച് ഇസ്രായേൽ ലോകത്ത് നടത്തിയ അല്ലെങ്കിൽ സയനിസ്റ്റുകൾ നടത്തിയ സെറ്റ്ലർ കൊളോണിയലിസത്തെക്കുറിച്ച് ഇസ്രായേലി ചരിത്രകാരനായ ഇലാൻ പാപ്പെ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 10 മിത്സ് അബൌട്ട് ഇസ്രായേൽ എന്ന പുസ്തകം ഇതിന് വ്യക്തമായ തെളിവാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, സെറ്റ്ലർ കൊളോണിയലിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറയാനുള്ളത് ഇസ്രായേലിൻ്റെ കൊളോണിയലിസം എന്നാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ അധിനിവേശം ഫലസ്തീനിലുള്ള അധിനിവേശമാണ്. 1967 48 കാര്യം ഞാൻ പറയുന്നില്ല, ആ 48 ഇസ്രായേൽ നിലവിൽ വന്നതുപോലും ഇല്ലീഗലായാണെന്ന നിലപാടുകാരനാണ് ഞാൻ. അതെൻ്റെ മാത്രം നിലപാടല്ല, ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെ ആ നിലപാടായിരുന്നു. കാരണം അധിനിവേശം നടത്തിയ ആളുകൾക്ക് 56% ഭൂമിയും അവിടുത്തെ ജനതയ്ക്ക് 43% ഭൂമിയും കൊടുക്കുക എന്ന ഒട്ടും നീതീകരണമില്ലാത്ത ഒരു വിഭജനമായിരുന്നല്ലോ ഫലസ്തീൻ വിഭജനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭജനം 67 യുദ്ധത്തിൽ മറ്റു സ്ഥലങ്ങൾ കൂടി പിടിച്ചടക്കിയതുകൂടെ നേരത്തെ CR ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഫലസ്തീനികൾക്ക് എത്ര ശതമാനം ഭൂമിയുണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം 0 എന്നാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം കൈയടക്കിയതിന് പുറമെ 67 യുദ്ധത്തിൽ അവർ വെസ്റ്റ് ബാങ്കും ഗസയും കൂടി പിടിച്ചടക്കുകയുണ്ടായി. അതിനുശേഷം ഗസയിൽ നിന്ന് പിന്മാറിയെങ്കിലും വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നിലനിർത്തി. എന്നാൽ നമ്മൾ കണ്ടത് 2023 ഒക്ടോബർ 7 ശേഷം ആ ഗസ ഭൂമി പോലും അവർ അധീനപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തമാശ എന്താണെന്ന് ചോദിച്ചാൽ, അധിനിവേശം
എത്രത്തോളം പരിഹാസകരമാണ് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന തമാശ കമ്പനി. അദ്ദേഹം ഗസയെ അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് സ്വയം അതിൻ്റെ ചെയർമാനായി സ്വയം അവരോധിതനായി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ലോകത്തുള്ള 61 രാജ്യങ്ങളെ ഭരണാധികാരികളെ ക്ഷണിച്ചു. എന്തിന്? ഈ പീസ് ബോർഡിൽ അംഗങ്ങളാവാൻ വേണ്ടി. അപ്പം നമ്മൾ വിചാരിക്കൂ, അമേരിക്കൻ പ്രസിഡന്റ് ക്ഷണിച്ചതല്ലേ, അപ്പോൾ അതൊരു വലിയൊരു പദവിയല്ലെന്ന്. എന്നാൽ അതിൻ്റെ പിന്നിൽ വേറൊരു തമാശയുണ്ട്. അംഗങ്ങളാകാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങൾ $1 ബില്യൺ അഥവാ 100 കോടി രൂപ ആദ്യം ഫീസ് കൊടുക്കണം. ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആജീവനാന്തം അതിൽ മെമ്പർമാരാവാം. ഇന്ത്യയും ക്ഷണിച്ചു. പക്ഷേ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കുന്നത് UN-ൻ്റെ നിയമങ്ങൾക്ക് പോലും വിരുദ്ധമാവും. എന്താണ് കാരണം? ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു ബോഡി ഇവിടെ നിലവിലുണ്ട്. ആ ഐക്യരാഷ്ട്രസഭയാണ് ലോകരാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. യാഥാർത്ഥ്യം അതല്ലെങ്കിലും ആ ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ചുട്ടെടുത്ത ഒരു സാധനമാണ് ഗസയിലെ പീസ് ബോർഡ് എന്ന് പറയുന്നത്. ആ പീസ് ബോർഡിൽ ഇപ്പോൾ അംഗത്വം നേടിയ ഒരു 5-8 രാജ്യങ്ങളുണ്ട്. ആരൊക്കെയാണ് അറിയുമ്പോഴാണ് മറ്റൊരു തമാശ. ഗസയിലെ വേട്ടക്കാരൻ്റെ റോളിൽ 2 വർഷം അധിനിവേശം നടത്തുകയും വംശഹത്യ നടത്തുകയും ചെയ്ത ഇസ്രായേലാണ് ആ പീസ് ബോർഡിലെ ഒരു അംഗം. അതുപോലെ തന്നെ പാകിസ്ഥാൻ അതിൽ ചേരുന്നുണ്ട്, സൗദി അറേബ്യ ഒക്കെ ഉണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം $1 ബില്യൺ അവർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല, അതുകൊണ്ട് അവരതിൽ ചേരുന്നു. പക്ഷെ നമുക്കത് പറ്റില്ല. ഒരു ദരിദ്ര രാജ്യം എന്ന് പറയുന്ന നമ്മൾ $1 ബില്യൺ കൊടുത്ത് ചേരുന്ന മാത്രമല്ല വിഷയം, അവിടെ UN-ന് പ്രവേശനമില്ല. നിങ്ങൾ ആ ട്രംപിൻ്റെ ആ പീസ് ഓഫ് ബോർഡിൻ്റെ നിയമാവലി വായിച്ചാൽ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ലോകത്തുള്ള ഒരു സംഘടനക്കും ഇതിൽ അംഗത്വം കൊടുക്കില്ല എന്ന്. അത് പച്ചയായി പറയുന്നത് UN-ന് പ്രവേശനമില്ലെന്ന് തന്നെയാണ്. പക്ഷെ ഇതേ UN-നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലോകത്ത് സകലമാന അധിനിവേശവും നടന്നത്. 2003 ഇറാഖിൽ അധിനിവേശം നടത്തിയതിൻ്റെ കഥ നമുക്കറിയാം. എങ്ങനെയായിരുന്നു അധിനിവേശം നടത്തിയത്? സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിലെ ഭരണാധികാരി നശീകരണായുധം അഥവാ WMD കൈവശം വെച്ചിരിക്കുന്നു എന്നായിരുന്നു ആരോപിച്ചത്. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ആയിരുന്നു. ജോർജ് W ബുഷ്, അതായത് ജൂനിയർ ബുഷ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, ഇവർ 2 പേരും ചേർന്ന് നടത്തിയ ഒരു പദ്ധതിയായിരുന്നു ഇറാഖ് അധിനിവേശം. അതിനുവേണ്ടി UN രക്ഷാസമിതിയെ പോലും ചട്ടുകമാക്കി. ഒരു ദിവസം കോളിൻ പവൽ എന്ന് പറയുന്ന അമേരിക്കയുടെ അന്നത്തെ പ്രതിരോധ സെക്രട്ടറി UN രക്ഷാസമിതിയിൽ ഹാജരായി. അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു കുപ്പിയെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇതാണ് രാസായുധം, സദ്ദാമിൻ്റെ പക്കലുള്ള രാസായുധം ഇതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ സദ്ദാം ഹുസൈന് ഈ ലോകത്തെ പ്രശ്നമാക്കുമെന്ന്. അവിടുത്തെ അംഗരാജ്യങ്ങൾ ഒന്നടങ്കം കൈയടിച്ചു. അങ്ങനെ ഇറാഖ് അധിനിവേശം പൂർത്തിയായി. ആ ഇറാഖ് അധിനിവേശത്തിന് ഉപയോഗിച്ച ഈ കുപ്പിയിലെ പദാർത്ഥം എന്ന് പറയുന്നത് വെറും വ്യാജമായിരുന്നു. അത്തരമൊരു രാസായുധം സദ്ദാമിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് ടോണി ബ്ലെയർ തന്നെ കുമ്പസാരം നടത്തി. പക്ഷെ തമാശ എന്തെന്ന് പറഞ്ഞാൽ ആ ടോണി ബ്ലെയറിനെയാണ് ഇപ്പോൾ ഗസയിലുള്ള ഈ പീസ് ബോർഡിലേക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ടോണി ബ്ലെയർ എന്ന് പറയുന്നത് സയനിസ്റ്റുകൾക്ക് വേണ്ടി പ്രചാരണം നടത്തിയ ആളായിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിന് 2007 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവി നഷ്ടപ്പെട്ടപ്പോൾ പണിയില്ലാതെ ഇരുന്ന സമയത്ത് UN-ഉം അതുപോലെ അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതായത് UN രക്ഷാസമിതിയിലെ വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിനൊരു പദവി കൊടുത്തു, ഒരു സ്ഥാനം കൊടുത്തു. അതായത് മിഡിൽ ഈസ്റ്റ് പീസ് എൻവോയ് എന്നതിൻ്റെ പേര്.
മധ്യപൗരസ്ത്യ ദേശത്ത് സമാധാനമുണ്ടാക്കാൻ, അതായത് ഫലസ്തീനികളും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള പണി ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? ടോണി ബ്ലെയർ. അതിന് അദ്ദേഹത്തിന് ശമ്പളവും നിശ്ചയിച്ചു. 6 കൊല്ലം ഈ മനുഷ്യൻ തൻ്റെ ദൗത്യം തുടർന്നു എന്ന് പറഞ്ഞെങ്കിലും അത് ഇസ്രായേലിന് അനുകൂലമായിരുന്നു. അവസാനം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തോഴനായ സാക്ഷാൽ മഹ്മൂദ് അബ്ബാസ് പ്രസിഡന്റ്, അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞ് അവസാനം പറഞ്ഞു, ഞങ്ങളില്ല ഇനി ഈ പരിപാടിക്ക്. അങ്ങനെ ആ സമാധാന പദ്ധതി താറുമാറായതോടുകൂടിയാണ് കാര്യം ലോകത്തിന് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഈ ടോണി ബ്ലെയറാണ് ഇതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അയാളാണ് ഇപ്പോൾ ഗസയിലെ ബോർഡിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയും ഇസ്രായേലുമാണ് ഏറ്റവും വലിയ അധിനിവേശ ശക്തികൾ എന്നത് ഒരു രഹസ്യമുള്ള കാര്യമല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1798 മുതൽ 2023 വരെയുള്ള കണക്കനുസരിച്ച് അമേരിക്ക 478 സൈനിക നീക്കങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. 991 ശേഷം, ശീതയുദ്ധത്തിന് ശേഷം മാത്രം 265 സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ലോകത്തിലെ പല ഗവൺമെൻറ്, അമേരിക്കൻ ഭരണകൂടത്തിന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് US കോൺഗ്രസ് അംഗീകാരം നൽകിയത് വെറും 10 യുദ്ധങ്ങൾക്ക് മാത്രമാണ്. 10 യുദ്ധങ്ങൾക്ക്. ബാക്കി എല്ലാ അധിനിവേശങ്ങളും യുദ്ധങ്ങളും അവിടുത്തെ പ്രസിഡന്റുമാരെ ഏകാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങളായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെനീസുലയിൽ നമ്മൾ കണ്ടത്. നമ്മളൊക്കെ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. റൂൾ ഓഫ് ലോ ഇല്ലെങ്കിൽ പിന്നെ എന്തും ആ സമൂഹത്തിൽ സംഭവിക്കാം. യഥാർത്ഥത്തിൽ അതാണിപ്പോൾ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. UN നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു രാജ്യത്ത് കടന്നുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ നട്ടപ്പാതിരാക്കി പിടിച്ചുകൊണ്ടുവരിക, എന്നിട്ട് കയ്യാമം ധരിപ്പിച്ച് ജയിലിൽ അടക്കുക. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പോഴും അവർ ജയിലിലാണ്. നേരത്തെ സിയ സൂചിപ്പിച്ചതുപോലെ ഏത് നിയമം ഉപയോഗിച്ചാണ് വിചാരണ നടത്തുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ പിന്നെ പറയുന്നു മറ്റു രാജ്യങ്ങൾ അധിനിവേശം നടത്തും. ഗ്രീൻലാൻഡ് വിട്ടു തരണമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ അഥവാ നാറ്റോയിലെ തന്നെ സഖ്യകക്ഷികൾ ഒന്നിച്ചപ്പോൾ ട്രംപ് എന്താ പറഞ്ഞത്? ട്രംപ് പറഞ്ഞത് ഗ്രീൻലാൻഡിൽ വിട്ടു തന്നില്ലെങ്കിൽ നാറ്റോവിൽ നിന്ന് തന്നെ ഞങ്ങൾ പിന്മാറുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാറ്റോ എന്ന് പറയുന്ന സഖ്യം ഉണ്ടാക്കിയത് അമേരിക്കയാണ്. അതായത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് ചേരിക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിരോധം അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് എന്ന നിലയിലാണ് നാറ്റോ ഉണ്ടാക്കിയത്. ആ നാറ്റോവിൽ നിന്ന് പോലും പിന്മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഫലസ്തീനിലെ ആകണമെങ്കിൽ അവിടുത്തെ അധിനിവേശത്തിനും അവിടുത്തെ വംശഹത്യക്കും എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് ഭരണകൂടങ്ങളാണെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ആദ്യം ബൈഡൻ്റെ കാലത്ത് ബൈഡൻ എല്ലാവിധ സ്വാതന്ത്ര്യം കൊടുത്തു അവിടെ വംശഹത്യ നടത്തുവാൻ വേണ്ടി. പിന്നീട് ട്രംപ് അതിനെ കൂട്ടുനിൽക്കുകയും ചെയ്തു. എന്നിട്ട് അതേ ട്രംപ് തന്നെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഇപ്പോൾ ഗസ പീസ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. നമ്മൾ ഇസ്രായേലിനെ കുറിച്ചും നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിന് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന അമേരിക്കയാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടത്തുന്ന എല്ലാ അതിക്രമങ്ങളും എപ്പോഴൊക്കെ UN രക്ഷാസമിതിയിൽ അതിനെതിരെ പ്രമേയം വരുന്നുവോ ആ പ്രമേയങ്ങളൊക്കെ തന്നെ അമേരിക്ക പാസ്സാക്കാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ല. 92 പ്രമേയങ്ങളാണ് UN രക്ഷാസമിതിയിലും UN ജനറൽ അസംബ്ലിയിലുമായി ഇസ്രായേലിനെതിരെ വന്ന പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്തത്. ജനറൽ അസംബ്ലിയിൽ വീറ്റോ ഇല്ല, പക്ഷേ ജനറൽ അസംബ്ലി എതിർത്ത് വോട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ അവസ്ഥ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് UN പ്രതിനിധിയെപ്പോലും കൊല ചെയ്ത ഒരു സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആടെന്ന നിലയിലാണ്. ബെർനാട്ടെ എന്ന് പറയുന്ന UN ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ, അദ്ദേഹം സ്വീഡനിലെ രാജകുടുംബാംഗമായിരുന്നു. അദ്ദേഹത്തെ ജെറൂസലമിലെ ഹോട്ടലിന് പുറത്ത് വെടിവെച്ച് കൊന്നത് 1948 സെപ്റ്റംബറിലായിരുന്നു. എന്ന് പറഞ്ഞാൽ 48 മെയ്യിൽ ഇസ്രായേൽ നിലവിൽ വന്ന് മാസങ്ങൾക്ക് ശേഷം അവിടുത്തെ വലിയ സയനിസ്റ്റ് ഭീകര സംഘടനയായ സ്റ്റെൻ ഗ്യാങ് എന്ന് പറയുന്ന സംഘം
അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു ഫലസ്തീനികൾക്കും അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ജനാധിപത്യം പ്രസിക്കുന്നു. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് ഇസ്രായേലിനെ കുറിച്ച് പറയാറുള്ളത്. ഇസ്രായേലാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ ആ രാജ്യം ഇന്ന് നടത്തിക്കൊണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞ് പേര് പറഞ്ഞുകൊണ്ട് വംശീയതയ്ക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യം. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, 4 തരത്തിലുള്ള കൊളോണിയലിസവും ഒത്തുചേരുന്ന ഒരു വിഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ രാജ്യത്തെ ജനങ്ങളെ പുറത്താക്കി അല്ലെങ്കിൽ ജനങ്ങളെ അടിമകളാക്കി ആ രാജ്യത്തിൻ്റെ അധീശത്വം ഉണ്ടാക്കുക. രണ്ടാമത്തേത് അതിൽ ആദ്യത്തേതിൽ നിങ്ങൾ ചരിത്രം നിങ്ങൾ പിന്നെ ലേഖനങ്ങൾക്ക് എല്ലാം മറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുക, ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ ഉദാഹരണങ്ങളാണ് പറയാറുള്ളൂ. പക്ഷേ ഇസ്രായേലും അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചൂഷണത്തിലുള്ള കൊളോണിയലിസത്തിൻ്റെ കാര്യം പറയുമ്പോഴും അവിടുത്തെ ഫലസ്തീനിലെ ജനതയെ ചൂഷണം ചെയ്തുകൊണ്ട്, ജനത എന്ന് പറയുന്നത് അധിനിവേശ ജനതയെ എല്ലാ അർത്ഥത്തിലും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ പിന്നെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിച്ചു. അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശവും നിഷേധിച്ചു. 2017 ഇസ്രായേൽ പാസ്സാക്കിയ ഒരു നേഷൻ ഓഫ് ലോ എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനം പറയുന്നത് ഫലസ്തീനികളും ഇസ്രായേലികളും തമ്മിൽ, അതായത് ഇസ്രായേലിൽ ജീവിക്കുന്ന ഇസ്രായേലി പൗരന്മാരായ ഫലസ്തീനികളും അവിടുത്തെ ഇസ്രായേലി ജൂത ജനതയും തമ്മിൽ 63 കാര്യങ്ങളിൽ വിവേചനം നേരിടുന്നുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജൂത ജനതയ്ക്ക് കിട്ടുന്ന 63 അവകാശങ്ങൾ അതേ സ്ഥലത്ത് ജീവിക്കുന്ന അറബികൾക്ക് കിട്ടുന്നില്ല എന്നതാണ്. മാത്രമല്ല അവിടെ ഹീബ്രുവിനെ ഔദ്യോഗിക ഭാഷയാക്കി അറബിക്കിനെ തരം താഴ്ത്തുകയും ചെയ്തു. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാവിധ വിവേചനങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് ഈ കൊളോണിയലിസ്റ്റ് അധിനിവേശത്തിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത്. ഇന്ന് ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് ലോകത്തെ ഈ രൂപത്തിൽ എല്ലാ നിയമവാഴ്ചയും അടിച്ചമർത്തിക്കൊണ്ട് ലോകത്തെ കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നു. അതിനൊന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ UN അതുപോലെ രാജ്യങ്ങൾ വരുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വെനിസ്വേലയിൽ അധിനിവേശം നടത്തി. വെനിസ്വേലയിൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയെന്ന് പറയുന്നത് മഹാപാതകമാണല്ലോ, എല്ലാ നിയമങ്ങൾക്കും എതിരാണ്. അതിനെതിരെ ശബ്ദിക്കാൻ UN പോലും കഴിഞ്ഞിട്ടില്ല. UN രക്ഷാസമിതി യോഗത്തിൽ ചൈനയും അതുപോലെ റഷ്യയും ഒക്കെ തന്നെ ഇതിനെതിരെ പറഞ്ഞു എന്നല്ലാതെ അതിനെതിരെ ഒരു പ്രമേയം പോലും കൊണ്ടുവന്നില്ല എന്ന് പറയുമ്പോൾ നാളെ ഏത് രാജ്യത്തിനും ഏത് ഭരണാധികാരിക്കും ഇങ്ങനെ സംഭവിക്കാം എന്നതിൻ്റെ ഒരു സൂചനയാണ് അത് മനസ്സിലാക്കണം. ഇതിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ പരമാധികാര സ്വഭാവമാണ്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നിടത്ത് ലോകം നിന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ വിഴുങ്ങിക്കളയുമെന്ന് പറയുന്ന ഒരു ബോധമുണ്ടല്ലോ, ആ അഹംബോധമാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഒരു കാലത്ത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആയിരുന്നല്ലോ മക്കയിൽ ഈ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഏകദൈവത്വ പ്രഘോഷണം നടത്തിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന ആളുകൾ അവരെ അക്രമം മർദ്ദിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബസീനയിലേക്ക് അഥവാ ഇന്നത്തെ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. അങ്ങനെ എത്യോപ്യയിലെത്തിയപ്പോൾ ജാഫർ ബിൻ അബി താലിബ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ അനുയായി, അദ്ദേഹമാണ് ആ സംഘത്തെ നയിച്ചത്. അവിടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ കാണുന്നത് നേഗസ് എന്ന് പറയുന്ന ആ രാജാവിനെ മുന്നിൽ വരുന്ന എല്ലാ ആളുകളും അദ്ദേഹത്തിന് മുമ്പിൽ കുമ്പിട്ട് നമസ്കരിക്കുന്നു. അങ്ങനെ തല കീഴ്വണങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു രംഗമാണ് അവർ കണ്ടത്. പക്ഷേ മക്കയിൽ നിന്ന് അവിടേക്ക് പോയ ഈ സംഘം, ജാഫർ ബിൻ അബി താലിബിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം അതിന് സമ്മതിച്ചില്ല. അപ്പോൾ രാജാവ് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ സാഷ്ടാംഗം ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്, പരമാധികാരനായ ഏകനായ ദൈവത്തിന് മുമ്പിൽ മാത്രം കീഴ്പ്പെടുക എന്നതാണ് ഞങ്ങൾ പഠിച്ചത്. അതിനെ ആ രാജാവ് അംഗീകരിക്കുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാകവി അല്ലാമ ഇക്ബാൽ പറഞ്ഞ ഒരു വാചകമുണ്ട്,
वो एक सजदा जिसे तू गिरान समझता है हजारों सजदों से देता है आदमी को नजात. ഏകനായ ഒരു ദൈവത്തിന്, ഒരു അധിപന് കീഴൊതുങ്ങാൻ മാത്രം കീഴടങ്ങുന്ന ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്കത് വലിയ വിസമ്മതം തോന്നിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു പ്രയാസമായി തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ തോന്നുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ആ ഏകനായ ദൈവത്വത്തിന് പകരം ആയിരക്കണക്കിന് ദൈവങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ശക്തികളുടെ മുമ്പിൽ നിങ്ങൾ സ്വമേധയാ കീഴ്പ്പെട്ടു പോകുന്നു എന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.